ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP ഫസ്റ്റ് സെം AEC2 ബികോം ഹിന്ദിയെ പറ്റിയാണ്. അതായത് ബികോം ഓണേഴ്സ് എടുത്ത കുട്ടികൾക്ക് വരുന്ന AEC2 ഹിന്ദിയെ പറ്റി. ഈ വീഡിയോയിൽ സ്പെസിഫിക് ആയി നമ്മളുടെ സിലബസിൽ വരുന്ന ഔറത്ത് എന്ന ചാപ്റ്ററിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ നമ്മുടെ സിലബസിലെ സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഹിന്ദി പോയംസ് റീഡിംഗ് ആൻഡ് ഇന്റർപ്രറ്റിംഗ് ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് എന്ന ഭാഗത്താണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ലേഖകനെ പറ്റി നോക്കാം. ലേഖകന്റെ പേര് ചന്ദ്രകാന്ത് ദേവ്താലെ എന്നതാണ്. उनका जन्म 7 नवंबर 1936 को मध्य प्रदेश के बैतूल जिले के जौलखेड़ा नामक स्थान पर हुआ था. उनकी प्रारंभिक शिक्षा बड़वाह तथा इंदौर में हुई थी. उन्होंने इंदौर के होलकर कॉलेज से हिंदी साहित्य में MA की डिग्री प्राप्त की और 1984 में सागर विश्वविद्यालय से मुक्तिबोध के विषय पर PhD हासिल की. അതായത് ചന്ദ്രകാന്ത് ദേവ്താലെ എന്ന ലേഖകൻ 1936 നവംബർ 7 മധ്യപ്രദേശിലെ ബൈത്തുൽ ജില്ലയിലെ ജൗൽഖേഡ എന്ന സ്ഥലത്ത് ജനിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം ബഡ്വാഹിലും ഇൻഡോറിലുമായിരുന്നു. ഇൻഡോറിലെ ഹോൾക്കർ കോളേജിൽ നിന്ന് ഹിന്ദി സാഹിത്യത്തിൽ MA ബിരുദം നേടി. അതിനുശേഷം 1984 സാഗർ വിശ്വവിദ്യാലയത്തിൽ നിന്ന് മുക്തിബോധ് ലേഖകനെ ആസ്പദമാക്കി PhD കരസ്ഥമാക്കി. 1961 से 1996 तक मध्य प्रदेश शासन के उच्च शिक्षा विभाग के अंतर्गत पन्ना, भोपाल, उज्जैन, पिपरिया, राजगढ़, रतलाम, नागदा और इंदौर के विभिन्न कॉलेजों में अध्यापन कार्य करने के पश्चात उन्होंने शासकीय कला एवं वाणिज्य महाविद्यालय इंदौर में हिंदी विभाग अध्यक्ष और देवी अहल्याबाई विश्वविद्यालय इंदौर में डीन कला संकाय के रूप में अपनी सेवाएं दी. सेवानिवृत्ति के पश्चात उन्होंने स्वतंत्र लेखन और पत्रकारिता की तथा इंदौर के दैनिक भास्कर में 6 वर्षों तक नियमित स्तंभ लेखन किया और अंततः 14 अगस्त 2017 को उनका निधन हो गया. അതായത് 1961 മുതൽ 1996 വരെ മധ്യപ്രദേശ് സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പന്ന, ഭോപ്പാൽ, ഉജ്ജൈൻ, പിപരിയ, രാജ്ഗഡ്, രത്ലാം, നാഗ്ദ, ഇൻഡോർ എന്നിവിടങ്ങളിലെ വിവിധ കോളേജുകളിൽ അധ്യാപന ജോലി ചെയ്തു. ഇൻഡോറിലെ ഗവൺമെന്റ് ആർട്സ് ആൻഡ് കൊമേഴ്സ് കോളേജിൽ ഹിന്ദി വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചു. ഇൻഡോറിലെ ദേവി അഹല്യാബായി സർവകലാശാലയിൽ ആർട്സ് ഫാക്കൽറ്റി ഡീനായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. വിരമിച്ചതിനു ശേഷം അദ്ദേഹം സ്വതന്ത്ര രചനയും പത്രപ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടു. ഇൻഡോറിലെ ദൈനിക് ഭാസ്കർ പത്രത്തിൽ 6 വർഷത്തോളം സ്ഥിരമായി അദ്ദേഹം എഴുതിയിരുന്നു. അതിനുശേഷം 2017 ഓഗസ്റ്റ് 14 അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിക്കുന്നത്. ഇനി നമുക്ക് കവിതയിലേക്ക് പോകാം. ഔറത്ത് എന്നതാണ് കവിതയുടെ പേര്. ചന്ദ്രകാന്ത് ദേവ്താലെ എന്നതാണ് കവി. वह औरत आकाश और पृथ्वी के बीच कब से कपड़े पचीट रही है शताब्दियों से धूप के तार पर सुखा रही है. ഇവിടെ എന്താണ് വഹ് ഔറത്ത്, ആ സ്ത്രീ. ഇവിടെ വഹ് ഔറത്ത് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റാൻസയുടെയും സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നുണ്ട്. സ്പെസിഫിക്കലി ആരാണെന്ന് പറയുന്നില്ല, എല്ലാ സ്ത്രീകളെയും പറ്റിയാണ് ഇവിടെ പറയുന്നത്. വഹ് ഔറത്ത്, ആ സ്ത്രീ. ആകാശ് ഓർ പൃഥ്വി കെ ബീച്ച്, ആകാശത്തിന്റെയും ഭൂമിയുടെയും ബീച്ച്, കെ ബീച്ച് മധ്യത്തിൽ, മിഡിലായി, കപ്സെ കപടെ പച്ചീട്ട് റഹി ഹെ, എത്ര കാലങ്ങളായി, കപടെ പച്ചീട്ട തുണി അലക്കുക എന്നുള്ളതാണ്, വാഷ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. എന്താണ്, നമ്മുടെ ഡ്രസ്സ് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. പച്ചീട്ട് റഹി ഹെ ശതാബ്ദിയോം സെ, ഒരു ചോദ്യമാണ് നേരത്തെ ചോദിച്ചത്. കപ്സെ കപടെ പച്ചീട്ട് റഹി, എപ്പോ തൊട്ടാണെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അടുത്ത ലൈനിൽ അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. പച്ചീട്ട് റഹി ഹെ ശതാബ്ദിയോം സെ, നൂറ്റാണ്ടുകളായി അവൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ധൂപ് കെ താർ പർ സുഖാ റഹി ഹെ, ധൂപ് കെ താർ, സൂര്യന്റെ ആ ഒരു വെളിച്ചത്തിൽ, ആ സൂര്യരശ്മിയെ അയക്കോൽ എന്ന് പറയൂല നമ്മള്, ആ ഒരു അയയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അതിലാണ് അവൾ അതിനെ ഉണക്കുന്നത് എന്നാണ് പറയുന്നത്. ഇവിടെ ഈ വിശാലമായ ലോകത്ത്, അതായത് ആകാശത്തിനും ഭൂമിക്കും ഇടയിലുള്ള വിശാലമായ ഈ ലോകത്ത് നൂറ്റാണ്ടുകളായി സ്ത്രീ തളരാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾ കല്ലുകളിൽ വസ്ത്രങ്ങൾ അടിച്ച് അലക്കി സൂര്യപ്രകാശത്തിന്റെ വടി കൊണ്ട് എന്ന പോലെ ഉണക്കാനിടുന്നു. അതായത് സൂര്യപ്രകാശത്തിന്റെ ആ അയിൽ എന്ന പോലെ അവള് ഉണക്കാനിടാണ്. നൂറ്റാണ്ടുകളായി എന്ന് പറയുമ്പോൾ തലമുറകൾ കഴിഞ്ഞിട്ടും
സ്ത്രീയുടെ ജീവിതത്തിലെ അധ്വാനത്തിനും കഷ്ടപ്പാടുകൾക്കും മാറ്റമൊന്നുമില്ലെന്നും അവൾ യാതൊരു പരാതിയും കൂടാതെ തന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളോട് നിരന്തരം പൊരുതുന്നു എന്നുമാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു കാര്യം കൂടി ഇന്നർ മീനിങ് ആയി വേണമെങ്കിൽ പറയാം. എന്താണ് ഇവിടെ വാഷ് ചെയ്യുന്നത് എപ്പോഴും മുഷിഞ്ഞ വസ്ത്രങ്ങളാണ്. മറ്റുള്ളവരുടെ വിഴുപ്പിനെയാണ് ഇവൾ അലക്കുന്നത്. മറ്റുള്ളവരുടെ ലൈഫിനെ പ്യൂരിഫൈ ചെയ്യാനായിട്ടാണ് അവൾ തന്റെ ജീവിതം തന്നെ ഹോമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി വഹ് ഔറത്ത് ആകാശ് और धूप और हवा से वंचित गुप्त गुफा में कितनी आटा गूंद रही है मनों से राटा असंख्य रोटियां സൂരജ് കി പീഠ് പർ പകാ രഹി ഹെ. ഇവിടെ എന്താണ്? വീണ്ടും ഒരു സ്ത്രീയെ കണക്കാക്കുന്നുണ്ട്. അവൾ ആകാശത്തിൽ നിന്നും ധൂപ്പിൽ നിന്നും ഹവയിൽ നിന്നും, ധൂപ്പ് എന്നാൽ വെയിൽ എന്നാണ്, ഹവ എന്ന കാറ്റ്, അതായത് കാറ്റും വെളിച്ചവും ഒന്നുമില്ലാത്ത ഒരു വഞ്ചിത് ഗുപ്ത് ഗുഫ, വഞ്ചിത് ഉപേക്ഷിക്കപ്പെട്ടിട്ടുള്ള, ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒളിച്ചിരിക്കുന്ന, ആരും കടന്നു വരാത്ത ഒരു ഗുഹയില് കിത്തന ആട്ടാ ഗൂന്ദ് രഹി ഹെ. ആട്ടാ ഗൂന്തന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവ് കുഴയ്ക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആ സമയത്ത് വരുന്ന മാവ് കുഴക്കലിനെയാണ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും ചോദ്യമാണ് കിത്തന ആട്ട ഗൂന്ദ് രഹി ഹെ, എത്രത്തോളം അവള് ആട്ട അവിടെ ഇരുന്ന് കുഴക്കുന്നുണ്ട്. ഗൂന്ദ് രഹി ഹെ മനോ സേറാട്ട, എന്താണ് ഉത്തരം? അപ്പൊ തന്നെ വന്നു. ഗൂന്ദ് രഹി ഹെ, അവള് കുഴക്കുന്നുണ്ട്. എത്ര? മനോം സേറാട്ട. മനോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റീനെയാണ് ഉദ്ദേശിക്കുന്നത്. അവള് ഒരുപാട് ആട്ട കുഴക്കുകയാണ്. എന്തിനു വേണ്ടി? അസംഖ്യ റൊട്ടിയ, അസംഖ്യ എണ്ണമില്ലാത്ത അത്രയും റൊട്ടികള് അവള് ഉണ്ടാക്കിയെടുക്കുകയാണ്. എങ്ങനെ ഉണ്ടാക്കുന്നു? സൂരജ് കി പീഠ് പർ പകാ രഹി ഹെ, സൂര്യന്റെ പീഠ് പുറത്തിട്ട് ഉണക്കിയാണ്, അതിന് ആ ചൂട് കൊണ്ടാണ് അവളത് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അതായത് അടിസ്ഥാന സൗകര്യങ്ങളും സന്തോഷങ്ങളും പോലും ഇല്ലാതെ, അവയെല്ലാം നിഷേധിക്കപ്പെട്ട്, ആകാശം, വെളിച്ചം, കാറ്റ് എന്നിവ എല്ലാം നിഷേധിക്കപ്പെട്ട് കൂരിരുട്ടുള്ള ഗുഹ പോലെയുള്ള ചുറ്റുപാടിൽ കഷ്ടപ്പെടുന്ന സ്ത്രീയുടെ അവസ്ഥയാണ് കാണിച്ചിരിക്കുന്നത്. അവൾ അനുഭവിച്ചറിയുന്ന കൊടും ചൂടിനെയും കഷ്ടപ്പാടിനെയും സൂചിപ്പിക്കാനായാണ് സൂര്യന്റെ പുറത്ത് ചുട്ടെടുക്കുന്നു എന്ന് കവി പറഞ്ഞിരിക്കുന്നത്. ഒരു പരാതിയുമില്ലാതെ തന്റെ കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ഒടുങ്ങാത്ത അധ്വാനവും ത്യാഗവും ചെയ്യുന്ന ഒരു സ്ത്രീയുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെയാണ് ഈ കവിതയിലൂടെ കവി ശക്തമായി അവതരിപ്പിക്കുന്നത്. ഇനി एक औरत दिशाओं के सूप में खेतों को फटक रही है. एक औरत वक्त की नदी में दोपहर के पत्थर से शताब्दियां हो गई एड़ी खिस रही है. വീണ്ടും ഒരു സ്ത്രീയാണ്. ദിശാവും കെ സൂപ്പേം ഖേത്തും കോ ഫട്ടക് റഹി ഹെ. ദിശാവും, ദിശ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ആണ് ശരിക്കും. ഇവിടെ ലോകം മുഴുവൻ എന്നുള്ള മീനിങ് ആണ്. സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുറം, നമ്മൾ ചേരാനൊക്കെ യൂസ് ചെയ്യുമല്ലോ. ഖേത്തോം കോ ഫട്ടക് റഹി ഹെ. ഖേത്തോം കോ, ഖേത്ത് എന്ന് പറയുന്നത് അധ്വാനിക്കാനുള്ള സ്ഥലത്തെയാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും മീനിങ് നമ്മുടെ വയലുകൾ, പാടങ്ങൾ എന്നുള്ളതാണ്. ഇവിടെ അധ്വാനിക്കാനുള്ള സ്ഥലം, ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഉദ്ദേശിക്കുന്നത്. ഫട്ടക് റഹി ഹെ, ഫട്ടക്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രെയിൻ ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കില്ലേ, നമ്മൾ മുറം ചേറുക എന്നൊക്കെ പറയൂലോ, അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ലോകത്ത് അസംഖ്യമായിട്ടുള്ള ജോലികൾക്കിടയിൽ അവൾ അവളുടെ കഷ്ടപ്പാടുകളുമായി അവൾ അതില് മുന്നോട്ട് പോവാനാണ് ശ്രമിക്കുന്നത്. ഏക് ഔറത്ത് വക്ത് കി നദീമേ, ഒരു സ്ത്രീ വക്ത്, സമയത്തിന്റെ നദിയിൽ, ദൊപഹർ കെ പത്ഥർ സെ ശതാബ്ദിയാം ഹോഗി. ദൊപഹർ എന്ന് പറയുന്നത് ഒരു സമയമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു സിമ്പിൾ ആയിട്ടാണ് ആ ഒരു ചൂട്, ആ ഒരു ഹാർഷ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിനെയാണ് ഉദ്ദേശിക്കുന്നത്. പത്തർ സെ ശതാബ്ദിയാം ഹോഗി, നൂറ്റാണ്ടുകളായി. എ ഡി ഖിസ്റഹി, എ ഡി ഖിസ്ന എന്ന് പറഞ്ഞാൽ എന്താ? വെയറിംഗ് ഔട്ട് ഹെർ ഹീൽസ്, നമ്മളുടെ തേയ്മാനം വരിക, ആ ഒരു ഹീൽസിന്റെ ആ ഒരു ഭാഗത്ത് തേയ്മാനം വരിക എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? ഒരിക്കലും തീരാത്ത എക്സോസ്റ്റിംഗ് ആയിട്ടുള്ള ജോലികളെയാണ് ഉദ്ദേശിക്കുന്നത്. പ്രകൃതിയോടും കാലത്തോടും പൊരുതി ജീവിക്കുന്ന സ്ത്രീയുടെ അനന്തമായ അധ്വാനമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. വിശാലമായ ഈ ലോകം എന്ന പാടത്ത്, ആ ഖേത്താണ് ഉദ്ദേശിക്കുന്നത്. അവൾ തന്റെ കഷ്ടപ്പാടുകളെല്ലാം വേർതിരിച്ചെടുത്ത് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. കാലത്തിന്റെ നദിയിൽ കൊടും ചൂടും കഠിനമായ പരീക്ഷണങ്ങളും നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ അവൾ നൂറ്റാണ്ടുകളായി തളരാതെ അധ്വാനിക്കുകയാണ്. യാതൊരു വിശ്രമവുമില്ലാതെ നിരന്തരം കഷ്ടപ്പെട്ട് തന്റെ ജീവിതം തന്നെ ഹോമിക്കുന്ന സ്ത്രീയുടെ സഹിഷ്ണുതയെയാണ് കവി ഇവിടെ അടയാളപ്പെടുത്തുന്നത്. ഇനി एक औरत अनंत पृथ्वी को अपने स्तनों में समेटे दूध के झरने बहा रही है. एक औरत अपने सिर पर घास का गट्टर रखे कब से धरती को नापती ही जा रही है. നമുക്കറിയാം, ഫസ്റ്റ് സ്റ്റാൻസ് നമുക്ക് എളുപ്പമായിരിക്കും, നമ്മൾ ഒരുപാട് കേട്ട് പഴകിയിട്ടുള്ള ഒരു രൂപമായിരിക്കും സ്ത്രീയുടെ. അമ്മ എന്നുള്ള രൂപം എന്താണ്? ഏക് ഔറത്ത് അനന്ത് പൃഥ്വിക്കോ അപ്പനെ സ്തനോമ്യം സമ്മേട്ടെ എന്നാണ് പറയുന്നത്. തന്റെ വിശാലമായ സ്നേഹത്താൽ ഭൂമിയെ മുഴുവൻ വാരി പുണർന്ന് ജീവന്റെ അമൃത് നൽകി അവൾ ഈ ലോകത്തെ പരിപാലിക്കുന്നു എന്നാണ്
ഉദ്ദേശിക്കുന്നത്. ഇനി ഏക് ഔറത്ത് അപ്നെ സിർ പർ ഖാസ് കി ഗട്ടർ രഖെ. ഖാസ് ക ഗട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുല്ലിന്റെ കെട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഒരു എന്താ പറയാ ഭാരം, അവളുടെ ജീവിതത്തിന്റെ ഭാരം തന്നെയായിട്ട് നമുക്ക് നോക്കാം. ഇനി കബ് സെ ധർത്തി കോ നാപ് ഹി ജാ രഹി ഹെ. നാപ്ന എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യുക. നാപ്പ് എന്ന് പറഞ്ഞാൽ മെഷർമെന്റ് എന്നാണ് അർത്ഥം. എന്താണ്, അവള് ഭൂമിയെ തന്നെ അളന്നുകൊണ്ട് നടക്കുകയാണ്. അതായത് അവളുടെ തലയിലെ ആ ഒരു ഗട്ടർ, ആ ഒരു ഭാരം താങ്ങിക്കൊണ്ട് അവൾ ഈ ലോകത്തോട് പൊരുതി മുന്നോട്ട് പോവുകയാണ്. യാതൊരു വിശ്രമവും ഇല്ലാതെ ഈ ഭൂമിയിലൂടെ നിരന്തരം നടന്നു നീങ്ങുന്ന അധ്വാനശീലിയായ സ്ത്രീയുടെ നിസ്വാർത്ഥമായ ജീവിതത്തെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. इन्हीं एक औरत अंधेरे में खर्राटे भरते हुए आदमी के पास निर्वसन जागती शताब्दियों से सोई है. വീണ്ടും ഒരു സ്ത്രീയാണ് അന്ധേരമേ രാത്രിയിൽ ഖറാട്ടെ ഭർത്തേ ഹുയെ ആദ്മി കെ പാസ്. ഖറാട്ടെ ഭരണ എന്ന് പറഞ്ഞാൽ കൂർക്കം വലിക്കുക. നമുക്കറിയാം കൂർക്കം വലിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും എന്താണ് ഒരു തരത്തിലുള്ള കോൺഷ്യസ്നസ്സും ഇല്ലാണ്ട് എല്ലാം മറന്നുറങ്ങുക എന്ന് പറയില്ലേ, ആ ഒരു സമയത്താണ് കൂർക്കം വലി കൂടുതലായിട്ട് വരിക. നിർവസൻ ജാക്തി, നിർവസൻ എന്ന് പറഞ്ഞാൽ നേക്കഡ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് നേക്കഡ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മോഹങ്ങളൊന്നുമില്ലാതെ, അവളുടെ അവകാശങ്ങളൊന്നുമില്ലാതെ ജാക്തി, അവൾ ഉണർന്നിരിക്കുകയാണ്. പക്ഷെ ശതാബ്ദിയോംസെ സോയിഹെ, പക്ഷെ നൂറ്റാണ്ടുകളായി അവൾ ഉറങ്ങുകയാണ്. ഇവിടെ എന്താണ്, രണ്ട് കോൺട്രഡിക്ടറി ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് വന്നിരിക്കുന്നത്. നിർവസൻ ജാഗ്ന ഓർ ശതാബ്ദിയോംസെ സോന. നിർവസൻ ജാഗ്ന എന്ന് പറഞ്ഞാൽ അവൾക്ക് തന്നെ അറിയാം, അവൾക്ക് തന്നെ നല്ല ബോധമുണ്ട്. എന്ത് നിർവസൻ ജാഗ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് തന്നെ അറിയാം അവളുടെ ജീവിതത്തിൽ അവൾക്ക് ലഭിക്കേണ്ട പല അവകാശങ്ങളും അംഗീകാരങ്ങളും അവളുടെ മോഹങ്ങളും ഒന്നും തന്നെ അവൾക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനൊരു ഓപ്പർച്യൂണിറ്റി അവൾക്ക് കിട്ടുന്നില്ല. അത് അവൾക്കറിയാം. എന്നിരുന്നാൽ പോലും അവൾ ഇതൊന്നും അറിയില്ല എന്നുള്ള ഭാവത്തിൽ കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും അധ്വാനിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പോക്കിനെയാണ് ഉറങ്ങുക എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൂറ്റാണ്ടുകളായി നമ്മൾ മാത്രമല്ല, നമ്മളുടെ കഴിഞ്ഞ തലമുറകളും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അവരെല്ലാം നൂറ്റാണ്ടുകളായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. സ്വന്തം അവകാശങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ അവർ ഉറങ്ങുകയായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് ചാൻസുകളാണ്. एक औरत का धड़ भीड़ में भटक रहा है. उसके हाथ अपना चेहरा ढूंढ रहे हैं. उसके पाव जाने कब से सबसे अपने पता पूछ रहे हैं. ഇവിടെ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ് കാണിക്കുന്നത്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ധഡ് എന്ന് പറഞ്ഞാൽ ശരീരം, അതായത് മുഖമില്ലാത്ത തലയില്ലാത്ത ശരീരം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ एक औरत का धड़ ഒരു സ്ത്രീയുടെ ശരീരം ഭീഡ് മെയിൻ ഭടക് രഹ ഹെ. ഭീഡ് എന്ന ക്രൗഡ് എന്നാണ് അർത്ഥം. ഭടക്കന എന്ന് പറഞ്ഞാൽ വാണ്ടർ ചെയ്യുക, അലയുക എന്നാണ്. ഒരു ക്രൗഡില് ഒരു ശരീരം അലയുകയാണ്. ഉസ്കെ ഹാത്ത് അപ്പന ചെഹറ ഢൂണ്ട് രഹാ ഹെ. അവളുടെ കൈകൾ അവളുടെ മുഖമാണ് അന്വേഷിക്കുന്നത്. മുഖം എന്ന് പറയുന്നത് എന്താണ്, ഒരാളുടെ മെയിൻ ഐഡന്റിറ്റിയാണ്. ആ മുഖം എവിടെ, അവളുടെ ഐഡന്റിറ്റി എവിടെ എന്നാണ് അവൾ അന്വേഷിക്കുന്നത്. ഉസ്കെ പാവ് ജാനെ കബ്സെ സബ്സെ അപ്പന പത്ത പൂച്ച് രഹേ ഹെ. അവളുടെ കാലുകൾ, പാവ് എന്ന കാലാണ്, അവളുടെ കാലുകൾ ജാനെ കബ്സെ എപ്പോ തൊട്ടാണെന്ന് അറിയില്ല, സബ്സെ അപ്പന പത്ത പൂച്ച് രഹേ ഹെ. പത്ത എന്ന് പറഞ്ഞാൽ അഡ്രസ്, വിലാസം എന്താണ് ഉദ്ദേശിക്കുന്നത്. സബ്സെ എല്ലാവരോടും അവളുടെ പത്ത, അവളുടെ വിലാസം എവിടെയാണ്, അഡ്രസ് എവിടെയാണെന്നുള്ളത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരക്ക് പിടിച്ച ഈ ആൾക്കൂട്ടത്തിൽ സ്വന്തം മുഖം പോലും തിരിച്ചറിയാനാവാതെ ഒരു ശരീരം മാത്രമായി അവൾ ജീവിക്കുന്നു. താൻ ആരാണെന്നോ എവിടെയാണെന്നോ ഉള്ള സ്വന്തം വിലാസം പോലും മറ്റുള്ളവരോട് ചോദിക്കേണ്ടി വരുന്ന സ്വന്തം വ്യക്തിത്വത്തിന് വേണ്ടിയുള്ള അവളുടെ അനന്തമായ അന്വേഷണത്തെയാണ് കവി ഇവിടെ വേദനയോടെ വരച്ചു കാട്ടുന്നത്. നമ്മുടെ കവിത അവസാനിച്ചിരിക്കുകയാണ്. നമുക്ക് ഒന്നുകൂടി വായിച്ചു നോക്കാം. औरत चंद्रकांत देवतारे. वह औरत आकाश और पृथ्वी के बीच कब से कपड़े पचीट रही है शताब्दियों से, धूप के तार पर सुखा रही है. वह औरत आकाश और धूप और हवा से वंचित गुप्त गुफा में कितना आटा गूंद रही है मानो सेर आटा. असंख्य रोटियां सूरज की पीठ पर पका रही है. एक औरत दिशाओं की सूप में खेतों को फटक रही है. एक औरत वक्त की नदी में दोपहर के पत्थर से शताब्दियां हो गई एड़ी खिस रही है. एक औरत अनंत पृथ्वी को अपने स्तनों में समेटे दूध के झरने बहा रही है. एक औरत अपने सिर पर घास का गट्टर रखे कब से धरती को नापती ही जा रही है. एक औरत अंधेरे में खर्राटे भरते हुए आदमी के पास निर्वसन जागती शताब्दियों से सोई है. एक औरत का धड़ भीड़ में भटक रहा है. उसके हाथ
अपना चेहरा ढूंढ रहे हैं, उसके पाव जाने कब से सबसे अपना पता पूछ रहे हैं. അപ്പൊ നമ്മൾ ഇത്രയും നേരം നോക്കിയത് ചന്ദ്രകാന്ത് ദേവ്താലെ എഴുതിയിരിക്കുന്ന കവിതയാണ്. ഔറത്ത് എന്നതാണ് കവിതയുടെ പേര്. സ്ത്രീ സമസ്യയെ മുൻനിർത്തി എഴുതിയിരിക്കുന്ന ഒരു കവിതയാണിത്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും സ്ത്രീകളുടെ അനുഭവിച്ചറിയുന്ന കഷ്ടപ്പാടുകളെയും അവഗണിക്കാനാവാത്ത വിധം നമ്മുടെ കൺമുന്നിലുണ്ട്. കവിയുടെ ശക്തമായ വരികളിലൂടെ സ്ത്രീകളുടെ ത്യാഗങ്ങളെയും പോരാട്ടങ്ങളെയും മനസ്സിലാക്കാനും അവരോട് അനുകമ്പയോടെ ചേർന്ന് നിൽക്കാനും ഈ പാഠം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മളുടെ കവിത കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും ഇതിന്റെ ഒരു ആശയം, ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു.